നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഏട്ടത്തിന്റെ മനസ്സിൽ എന്തെങ്കിലും പേര് കണ്ടുവച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോ. അന്ന് ഞാൻ കുറെ പേര് ആലോചിച്ചായിരുന്നു. ഇവിടുത്തെ അമ്മയുടെ പേര് മാലതി എന്നല്ലേ. അപ്പോ അതുമായിട്ട് ബന്ധമുള്ള ഏതെങ്കിലും പേര് ആലോചിച്ചപ്പോ എനിക്ക് കിട്ടിയ പേരാ മാലൂന്ന്. ഇനിയിപ്പോ ഞാൻ ഈ പേര് പറഞ്ഞാ അത് ആതിരയ്ക്ക് ഇഷ്ടാവില്ല. അതുകൊണ്ട് ആതിര പറയുന്ന പേര് തന്നെ മോക്കിട്ടാ മതി. എന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കണ്ട. സന്ദീപേ, മാലു. 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 മാലു, ഈ പേരല്ലല്ലോ ഞാൻ പറഞ്ഞത്. തൽക്കാലത്തേക്ക് ഈ പേര് മതി. മാലു നല്ല പേര്. ആ, ഇനി മോളുടെ നാവിലെ ആതിര തേൻ തേച്ചു കൊടുക്ക്. ഇത് ഒരു ചടങ്ങിന്റെ ഭാഗമല്ല, സന്തോഷത്തിന് വേണ്ടി മാത്രമാണ്. എന്താ അച്ഛമ്മളേത്? നീ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുവാണോ? പ്രശ്നം ഉണ്ടാക്കാനൊന്നും അല്ല അമ്മേ. അതില് വിഷം ഉണ്ടായിരുന്നോന്നൊരു സംശയം. വിഷു? വിഷോ? സംശയോ? അർച്ചന എന്തൊക്കെയാ പറയുന്നേ? നിന്റെ സംശയം കൊണ്ടാണോ നീ ഈ ചടങ്ങൊക്കെ അലങ്കോലാക്കിയത്? നീ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കരുത്. ഏടത്തിക്ക് വിശ്വാസക്കുറവാണെങ്കിലേ ഇതിന്റെ ബാക്കി ഏടത്തി കുടിച്ചു നോക്ക്. എന്താ സംശയം മാറിയോ? അനക്കെ നീ കൂടെ വാ, ഞാൻ വേറെ തേനെടുത്തു തരാം. ഇവിടെ ഞാൻ കാരണം ചടങ്ങുകളൊന്നും അലങ്കോലം ആവണ്ട.
വന്നിരിക്കുവാണോ? അച്ഛനും അമ്മയും ഇറങ്ങാൻ നേരം നിന്നെ അന്വേഷിച്ചിരുന്നു. ഞാൻ മനഃപൂർവ്വം വരാത്തത് തന്നെയാ. എന്നെ ഇനി ഒന്നിനും പ്രതീക്ഷിക്കണ്ട. ഞാൻ ഈ മുറിക്കകത്തിരുന്നോളാം. ശ്ശേ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നായിരുന്നു ഇന്ന്. അതങ്ങ് കൊളവാക്കി തന്നല്ലോ എന്റെ ചേച്ചി. ഏട്ടത്തി എന്ത് ചെയ്തെന്നാ നീ പറയുന്നേ? ഏട്ടത്തി രക്ഷിക്കല്ലേ ചെയ്തേ? എന്ത് രക്ഷപ്പെടുത്തിയെന്ന്? തേനില് വിഷമുണ്ടെന്ന് പറഞ്ഞ് തട്ടിക്കളഞ്ഞതോ? എനിക്കിതത്ര വിശ്വാസമൊന്നും വരുന്നൊന്നുമില്ല. ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിന്നിട്ട് ഇത് അലങ്കോലപ്പെടുത്താൻ ഒരു വഴി ചേച്ചിയായി കണ്ടുപിടിച്ചു. എനിക്കിത് അങ്ങനെയാ തോന്നുന്നത്. എനിക്കറിയാം, എല്ലാവരും ഇത് തന്നെ പറയൂ. ആരെന്തു പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. എന്റെ ശരികൾ തന്നെയാണ് ഞാൻ ചെയ്തത്. ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിന്നത് മറ്റൊരു ഉദ്ദേശം കൊണ്ടല്ല. ഞാനായിട്ട് ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാ. രാവിലെ അറിയാത്ത കുറ്റത്തിന് ഞാൻ പഴി കേട്ടത്. ഇന്ന് മാത്രമല്ല, കുറെ ദിവസമായിട്ട് അങ്ങനെ തന്നെയാ. ചില സമയത്ത് അതങ്ങനെ തന്നെ അർച്ചന. ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും കുറ്റങ്ങൾ നമ്മുടെ തല തന്നെ ഒന്ന് വീഴും. ഒരുപക്ഷെ തേനിൽ പോയിസൺ ഉണ്ടായിരുന്നെങ്കിൽ ഈ വീട്ടിലെ സ്ഥിതി താനൊന്ന് ആലോചിച്ച് നോക്കിയേ. വലിയൊരു അപകടം ഒഴിവാക്കിയിട്ടാ താനിപ്പോ പഴിയേക്കുന്നത്. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും താനത് കാര്യമാക്കരുത്. എനിക്കതങ്ങനെ വിടാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. തീർക്കണമെന്ന് തീരുമാനിച്ച് ഇറങ്ങി പുറപ്പെട്ടതല്ലേ. അപ്പോ ഒരു വഴി അടഞ്ഞാ വേറെ വഴി തുറക്കും. ശ്ശേ, ഇന്ന് എന്ത് നല്ല അവസരമായിരുന്നു. അർച്ചനയാ എപ്പോഴും എന്റെ മുന്നിൽ തടസ്സമായിട്ട് നിൽക്കുന്നത്. ഏട്ടത്തി തടസ്സമായി നിന്നതുകൊണ്ടാ നമ്മുടെ കുഞ്ഞിനൊന്നും പറ്റാത്തത്. ചടങ്ങുകളൊക്കെ ഭംഗിയായിട്ട് നടന്നില്ലേ? പിന്നെ നിനക്കെന്താ പ്രശ്നം? ചടങ്ങുകളൊക്കെ നമ്മൾ എത്തുന്നതിന് മുന്നേ കഴിഞ്ഞത് സന്ദീപ് അങ്ങ് മറന്നുപോയല്ലേ? എന്റെ കൊച്ചിന് നൂല് കെട്ടിക്കൊടുക്കാൻ എന്റെ ചേച്ചി ആരാ? അത് ഏട്ടത്തി അല്ലെന്ന് പറഞ്ഞില്ലേ? ഓ, ചേച്ചി പറഞ്ഞ ഉടനെ നീ അതങ്ങ് വിശ്വസിച്ചു അല്ലേ? ഇങ്ങനെ ഇവിടെ ഓരോരുത്തരും അന്ധമായി വിശ്വസിക്കുന്നോണ്ടാ ചേച്ചി ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത്. എനിക്കറിയാം എന്റെ ചേച്ചിയുടെ വാശിയും ദേഷ്യവും ഒക്കെ. ഒരു കാര്യം തീരുമാനിച്ച അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യുന്ന ആളല്ല. എന്നിട്ട് ആരും വിശ്വസിക്കാത്തൊരു നാടകവും കൂടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.